ഹായ് ഗായ്സ്, നമസ്കാരം. ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഇടുക്കിയിലേക്ക് എത്തിയത്. രാഷ്ട്രീയക്കാരനായോ ഗൈസ്? ആയടാ, വൈറ്റ് ആൻഡ് വൈറ്റ്. ഞാൻ ശരിക്കും ബ്ലാക്ക് ഷർട്ടാണ് വിചാരിച്ചത്. അപ്പോൾ എല്ലാവരും പറഞ്ഞ് എല്ലാവരും ഇപ്പോൾ വണ്ടി ഇറക്കുമ്പം വൈറ്റ് മുണ്ടും ബ്ലാക്ക് ഷർട്ടുമാണ്, നിങ്ങൾ മാറ്റി പിടിക്കാറുണ്ട്. ലാസ്റ്റ് മാറ്റി പിടിച്ചപ്പോൾ രാഷ്ട്രീയക്കാരനായി. യാസീൻ വ്ളോഗ്സ്. ഇത് വണ്ടീൻ്റെ മുന്നിൽ ഇങ്ങനെ ഒട്ടിക്കൂലേ, നമ്മളിങ്ങനെ ജസ്റ്റ് ഡെലിവേർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒട്ടിക്കുന്ന പോലെ പകരം ഇത് അതിനുണ്ട്. രസമുണ്ടോ? സോ നമ്മളിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിലാണ് നമ്മൾ വണ്ടി നോക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഹോട്ടലാണിത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ പോയി ഇവിടുന്ന് 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മളെ കാറിൻ്റെ ഷോറൂമിൽ പോയി വണ്ടി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ വണ്ടി എടുക്കും. ഇങ്ങോട്ട് ബസ്സിലേ വന്നേ, അങ്ങോട്ട് നമ്മൾ കാറിൽ പോകും. ലെറ്റ്സ് ഗോ. ഇത് ഓവറായടാ. സോ ഗൈസ്, ഡ്രസ്സിങ് ഓവറായോ നിങ്ങൾ പറയണം കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ച് ഓവറായിക്കാണ്. അപ്പോൾ ഞാനുണ്ട്, ഷിയാബുണ്ട്. ഷിയാബേ ഇതായി വെച്ചാൽ ഇത് കവറിൽ അച്ചുണ്ട്. അച്ചുവാണ് ക്യാമറമാൻ കേട്ടോ. മണ്ണപ്പേ ഇതാണ് മണ്ണപ്പേ. അപ്പോൾ നമ്മളിതാ ഗൂഗിൾ മാപ്പ് ഇട്ട് കൊടുത്തിട്ട് ചേട്ടന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓട്ടോറിക്ഷയിൽ. കുഴപ്പമില്ല. തൊടുപുഴ ഇവിടെയാണ് ധ്യാനത്തിന് വന്നത്. ജോർജ് കുട്ടി ധ്യാനത്തിന് വന്ന സ്ഥലത്താണ്. പല റോട്ടിലാ? ശരിക്കും ധ്യാനത്തിന് വന്നിക്കണപ്പോൾ ഞങ്ങൾ വയനാട്ടിൽ നിന്നാണ്. നമ്മളെ പിന്നെ റീൽസിന് എടുക്കാനുള്ള ചാർജുകളായിരുന്നു കേട്ടോ. ഗൈസ്, നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. വണ്ടി അവിടെ കാണുന്നുണ്ട്, ഏതാണെന്ന് നിങ്ങളോട് പറയില്ല. അപ്പം എല്ലാം ഉള്ളിൽ കയറി ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം. മതി, വലിയ വണ്ടിയാണ്. സോ ഗൈസ്, പിന്നെ ഷോറൂമിലോട്ട് കയറി നിങ്ങൾ കണ്ടില്ലേ. ഷോറൂമിലോട്ട് 10 മണിക്ക് എത്തിയതാ. ഇപ്പം 1 മണിയായി. നമ്മൾ വണ്ടി ഫുള്ള് ചെക്ക് ചെയ്തു. പിന്നെ ഷോറൂമിൽ കൊണ്ടുപോയി അവിടെ പോയി സർവീസ് ഹിസ്റ്ററി എടുത്തു. എല്ലാം നോക്കി കണ്ടു, നമുക്ക് ബോധിച്ചു. 4000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ എക്സ്ട്രാ കുറച്ച് വർക്കുകൾ ചെയ്തിട്ടുണ്ട്, അത് മാത്രമേ ഇതിൻ്റെ സർവീസ് ഹിസ്റ്ററിയിലുള്ളൂ. പിന്നെ വണ്ടി 2 സർവീസും കഴിഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഓക്കെയാണ്. ചെറിയൊരു മഴത്തുള്ളി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഉറപ്പിച്ചു, അതാണ് പേഴ്സണലി പറയാനുള്ള കാര്യം. അപ്പോൾ നമ്മളെ ബാക്കിയുള്ള പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ചെയ്യണം. ഇത്രയും നേരം മഴയൊന്നും ഇല്ലായിരുന്നു, നല്ല കാലാവസ്ഥയായിരുന്നു. അപ്പോൾ വണ്ടി റിവീലിംഗ് ടൈം ആയിട്ടില്ല. ഞാൻ മൊത്തം യാസീൻ വ്ളോഗ്സ് എന്ന് പറഞ്ഞ ചാനലിൽ വീഡിയോ എടുക്കണം, യാസീൻ വ്ളോഗ്സ് ഫാമിലിക്ക് വേണ്ടി വീഡിയോ എടുക്കണം, പിന്നെ പോരാത്തതിന് ഇതും ഇൻസ്റ്റഗ്രാമിന് വേണ്ടി വീഡിയോ എടുക്കണം. മൊത്തത്തിലായിട്ട് തിരക്കാണ്. പിന്നെ അതിൻ്റെ കൂടെ എക്സ്ട്രാ സന്തോഷം, പിന്നെ ഇവിടുത്തെ പേയ്മെൻറ്റ് കാര്യങ്ങൾ, നമ്മളെ ലോണിൻ്റെ കാര്യങ്ങൾ എല്ലാം നമ്മൾ ചെക്ക് ചെയ്യണമല്ലോ. അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹാപ്പി. അപ്പം നമ്മളെ മുത്തുമണി നമ്മളെ വീട്ടിലോട്ട് വരികയാണ് സന്തോഷത്തോടെ. ഏതാ വണ്ടി എന്നുള്ളത് നിങ്ങളും ക്യൂരിയസ് ആയിട്ട് ഇരിക്കുകയായിരിക്കും. കാണിച്ചു തരാം, വെയിറ്റ് ചെയ്യും. സോ ഗൈസ്, ടൈം ടു റിവീൽ ചെയ്യാണ്ട് ഇവിടുന്ന് വണ്ടി എടുത്ത് പോക്ക് നടക്കൂലല്ലോ. ഞാൻ ഒറ്റക്കായിട്ട് റിവീൽ ചെയ്യണേ, വേറെ ആരുമില്ല. സോ നമ്മൾ എന്താക്കുന്നു, വണ്ടി റിവീൽ ചെയ്യുന്നു. പിന്നെ നമുക്കൊരു നല്ല റിവീലിംഗ് നാട്ടിൽ പോയിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് റിവീൽ ചെയ്യാം. സോ ഏതാണ് വണ്ടി എന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ. വണ്ടി വരുന്നത് മഹീന്ദ്ര SUV 700. വണ്ടി നമ്പർ ഇപ്പം കാണൂല, ഞാൻ വീട്ടിൽ നിന്ന് തന്നെ മെയ്ഡ് ചെയ്ത് കൊണ്ടുവന്ന യാസീൻ വ്ളോഗ്സ് അവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് വണ്ടി. 2024 മോഡൽ XUV 700 ടോപ്പ് എൻഡ് മോഡൽ AX7 ലക്ഷറി. അതായത് ഫുള്ളി ഓട്ടോമാറ്റിക് ഡീസലാണ്. വിശദ വീഡിയോ ഞാൻ എന്താക്കാം, നാട്ടിലെത്തിയിട്ട് ഇതിൻ്റെ കാറിൻ്റെ ഒരു ടൂറും എല്ലാം നമുക്ക് നടത്താം കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ വിശദ വിവരങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് തൊടുപുഴയിൽ നിന്ന് വയനാട് വരെ എത്തണം. അപ്പോൾ അതിൻ്റേതൊക്കെയായ ഒരു ടൈം ലിമിറ്റൊക്കെ ഉണ്ട്. ഇവിടുത്തെ പേപ്പർ വർക്കിൻ്റെ കാര്യം ഓൾമോസ്റ്റ് ഡണ്ണാണ്. സോ ബാക്കി നമുക്ക് നാട്ടിൽ പോയിട്ട് കാണാം. ഒരു റൗണ്ട് അടിച്ചടാ, ബാ.
വണ്ടിക്ക് എന്തൊക്കെ സ്പെക്ക് വരുന്നുണ്ട് എല്ലാം ഞാൻ എന്താക്കാം നാട്ടിലെത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് മോഡൽ ഉണ്ടോ, A7 ലക്ഷറി. ഇത് മഹീന്ദ്രൻ്റെ ഈ SUV 700 ഏകദേശം 25 വേരിയൻ്റ് എങ്ങാനും വരുന്നുണ്ട്. 25ഓ 35ഓ വേരിയൻറ്റ് ഒരു മോഡൽ ഗൈസ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇത് ഫുൾ ബ്ലാക്ക് എഡിഷനാണ്, ഉള്ളിൽ ബ്ലാക്ക് അല്ല. എടാ ഒന്ന് ജസ്റ്റ് ഉള്ളൊന്ന് കാണിച്ചു കൊടുക്ക്. ഫുള്ള് ബ്ലാക്ക്, ഉള്ളിൽ ബ്ലാക്ക് അല്ല. രസമുണ്ടോ? സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വെറും ഞാൻ പുതിയ വണ്ടി ബുക്ക് ചെയ്യാൻ പോയോടത്തുനിന്ന് ഇതാക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാരണമൊക്കെ ഞാൻ വീട്ടിലെത്തിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ പറയാം. സോ നമ്മളിനി വണ്ടി എടുത്തിട്ട് നേരെ നാട്ടിലോട്ട് തിരിക്കുകയാണ്. ലവ് യു ഗൈസ്. ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് വണ്ടി റിവീലിംഗ് മുമ്പ് വണ്ടി ചെക്ക് ചെയ്യുന്ന ഭാഗങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി കയറി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ നിങ്ങൾക്കൊക്കെ എന്താ ഫീൽ ആവണ്? അല്ല, കുറേ ഓടിയ പോലെ ഫീൽ ആവുന്നുണ്ടോ? വണ്ടി പുതിയ വണ്ടീൻ്റെ സ്മെല്ലുണ്ട് ഉള്ളിൽ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളൊന്ന് വണ്ടി സ്റ്റാർട്ടാക്കി AC ഒക്കെ ഒന്ന് ഇട്ട് നോക്കിയതാണ് ഏതാണെന്നുള്ളത്. എല്ലാം ഇലക്ട്രിക്കാണ്. മതി. ഇത് AX7 ഫുൾ ഓപ്ഷൻ അറിയാലോ. നമുക്ക് പാട്ടൊക്കെ ഒന്ന് വെച്ച് നോക്കണം. ക്രൂസ് കണ്ടായി ഇതിന്. മൈലേജൊക്കെ നോക്കുകയാണ് ഞാൻ. 18.8 കാണിക്കുന്നത്. 11.8 മാറിപ്പോയി. വെഹിക്കിൾ ഇൻഫോ, ആ ഡോർ ഓപ്പൺ. നീ സംസാരിച്ചോ പുള്ളിനോട്? ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ നോക്കട്ടെ. ടയർ പ്രഷർ ഓക്കെ ആണ്. ഇല്ല, ഒറ്റ സ്ക്രാച്ചേ ഞാൻ കണ്ടുള്ളൂ. വാല്യൂഷൻ ചെയ്തെടുത്താലേ നമുക്ക്. അതിപ്പോൾ നിങ്ങളെപ്പോൾ ഫോട്ടോ എടുക്കണ്ടോ? അവിടുന്ന് ചാവി കൊടുക്കുമല്ലോ. അതെടുക്കാം, അത് വേറെ എടുക്കാം. ഓക്കെ. എന്തെങ്കിലും നമ്മൾ വീഡിയോ തോന്നിയാൽ നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെന്ന് തോന്നി അപ്പോൾ വിളിച്ചോളാം. എൻ്റെ മകൻ്റെ നമ്പറുണ്ട്, എൻ്റെ വലിയ നമ്പറാണ്. നിങ്ങൾക്കാ നോക്ക് ഇങ്ങോട്ട് നോക്ക്. ഓക്കെ ഇനി എന്തെങ്കിലും ഓക്കെ ഫോണോ നമ്മുടെ സാധനം എല്ലായിടത്തും വണ്ടിക്കകത്ത് മറന്നു പോകാതെ. പറഞ്ഞോ. സോ ഗൈസ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ടെൻഷൻ. യാസീൻ ബ്ലോഗ്സ് ഹോം എന്നിടട്ടെ ഗൂഗിൾ മാപ്പിൽ. വരുന്നില്ലല്ലോ കുറച്ച്. യാസീൻ ബ്ലോഗ്സ് ഹോം എവിടെ ഇത് വരാത്ത?
എല്ലാം ഇവിടെയാണല്ലോ കാണിക്കണേ. വയനാട്ടിലത്തെ യാസീൻ ബ്ലോക്ക് ഹോം ഇല്ലേ? അതാ ഇതാണ് യാസീൻ ബ്ലോക്ക് ഹോം. ഞാൻ ഈ വണ്ടിയായിട്ട് വരാം. ഞാൻ പറഞ്ഞു ഹോട്ടലിന്റെ ഫ്രണ്ടിൽ നിർത്താമോ? ഇല്ല വേണ്ട, നമ്മൾ വിളിച്ചോളാം. നിങ്ങൾ വരുന്നാലും അല്ല, ഞാൻ പറഞ്ഞു എനിക്ക് വീട്ടിൽ പോകണം. ഞാൻ ഈ ഹോമിയോ മരുന്ന് കൂടി കഴിച്ചു. ഒന്ന് നിങ്ങൾ പോണെങ്കിൽ കഴിച്ചോളാം. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. Southwest on Alappuzha, Madurai Road, Pudukura Udambanu Road toward Neelam College. ഇവളോടൊന്നും ഉണ്ടായിരിക്കാൻ പറയും. അങ്ങനെ SUV 700 ഓണറായി മാറിയിരിക്കുകയാണ് നിങ്ങളുടെ സ്വന്തം യസീൻ. ഈ ചെറിയ റോട്ടിൽ കൂടെ ഒക്കെ തന്നെയാണല്ലോ വേണ്ടല്ലേ? കുറച്ചുകൂടി മുന്നിൽ പോയിട്ട് നോക്കാം. ഇല്ലുണ്ട്, അതാ ആ റോട്ടിൽ കൂടെ പോകാം. എന്തുണ്ടാ വണ്ടി വാങ്ങിയാൽ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കും. അപ്പം സലീം ഖാനോടും എല്ലാവരോടും നന്ദി പറയാണ് നമുക്ക് വണ്ടി തന്നതിലും എല്ലാവരോടും. 43 കേട്ടോ നമ്മളെ കിലോമീറ്റർ. അതിലാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. ആദ്യമായിട്ട് ഓടിക്കുന്നതുകൊണ്ട് ഭയങ്കര ബേജാറ് ഗൈസ്. പതുക്കെയാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത്. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ വയ്യ ഞാൻ വണ്ടി എടുക്കുന്നത്. കുറച്ച് ദിവസം കഴിയണല്ലേ. അപ്പം ഇനി വീട്ടിൽ പോയിട്ട് ഷിങ്കു വണ്ടി ഓടിക്കും. ഷിങ്കുവിനെ ഒന്ന് പഠിപ്പിക്കണം നമ്മളൊന്ന് ഒന്നുകൂടി. ലൈസൻസ് ഒക്കെ ഉണ്ട്. 18-ാം വയസ്സിൽ ഷിങ്കു ലൈസൻസ് എടുത്തേക്കണ്. ഈ ഷിങ്കു ഒന്നുകൂടി ഒന്ന് എനർജി പരമായിട്ട് ഇത് ഓടിക്കാൻ തുടങ്ങി. ബസ്സേരാ നോക്കി അടുപ്പിച്ചോണ്ട് നിർത്തി. കൊരങ്ങനെ പൂമാല ഇട്ട കാര്യല്ലേ? എന്തായാലും ഓക്കെ പോലെ തൊടുപുഴ വിട്ട് നമ്മൾ മൂവാറ്റുപുഴയ്ക്ക് പോകാം കേട്ടോ. ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കണം. ഹോട്ടൽ നോക്കിക്കോ. മന്തിയ വേണ്ടേ? എന്താ മക്കൾക്ക് വേണ്ടേ പറഞ്ഞോ, അത് ഇന്ന് ഞാൻ മേടിച്ചത്. സ്വിഫ്റ്റ് ഒക്കെ അല്ലേ 50 കിലോമീറ്റർ കയറുമ്പോ തന്നെ മനസ്സിലാവും. ഇത് 50-ലൊന്നും പോകുമ്പോ ഒന്നും മനസ്സിലാവണില്ല. എന്റെ ബാഗ് എവിടെ? ബാഗ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ നമ്മള് വണ്ടിയിൽ ഫസ്റ്റ് ഫുൾ ടാങ്ക് അടിക്കുകയാണ് കേട്ടോ. എത്ര രൂപയ്ക്ക് ഫുൾ ടാങ്ക് ആവുന്നു? പേരെന്താ? ചേട്ടനാണ് എൻ്റെ വണ്ടി ആദ്യം. വയനാട്. എവിടെന്നാ വാങ്ങിയത്? അല്ല തൊടുപുഴ. മൂവാറ്റുപുഴയൊക്കെ നല്ല വണ്ടി കച്ചവടക്കാരുള്ള സ്ഥലം. നല്ല പ്യുവർ ആട്ടോ. ചേട്ടനോട് നോക്കാൻ അത്രേ താവുള്ളൂ. ഞാൻ വിചാരിച്ചു അത്രേ താവുള്ളൂ. ഫുള്ളാവാനായി അറിയാറുണ്ട്. നിറച്ചിതാക്കണ്ട, കുളിപ്പിക്കണ്ട. നിന്മൈ മൂടി നിൽക്കവേ 4100 ഫസ്റ്റ് ഫുൾ ടാങ്ക്. ഓക്കെ എന്നാ ജോലിയാണ്? ഞാനോ ആയിക്കോട്ടെ. ഫ്രണ്ട്സ് ആയിരിക്കും അല്ലേ? അത് ഒരു
സോ ഗൈസ് നമ്മളിതാ വണ്ടി ഫുൾ അടിച്ചിരിക്കുകയാണ്. സന്തോഷമായി. 4100 രൂപക്ക് എണ്ണ അടിച്ച് ഫുൾ ടാങ്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഹാപ്പിയായി. പുള്ളിയാണ് എനിക്ക് ആദ്യമായിട്ട് എണ്ണ അടിച്ചത്. പുള്ളിയുടെ പേര് ഞാൻ ചോദിക്കാൻ മറന്നായി. എന്തായാലും സന്തോഷം. അപ്പോലെ നമുക്ക് ഫുഡ് സോ ഗൈസ് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ലല്ലേ. നമ്മൾ എവിടെ വീഡിയോ എൻ്റെ വെച്ചാൽ ഫുഡ് കഴിക്കുന്ന കാണിച്ചു കൊടുത്തോ. സോ ഗൈസ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടോ. നല്ല ഊള ചോറും നല്ല കറിയും. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എങ്ങനെ ഇഷ്ടപ്പെട്ടോ? ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ എന്നാലും പറ്റൂല, രസമല്ല. അപ്പൊ നമ്മളിതപ്പോ തൃശ്ശൂർ എത്താനായിക്കുന്നു. സമയം ഇപ്പം 7:30 അല്ല 5:30. മൈലേജ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ വണ്ടി എടുത്തപ്പം 11.7 ആയിരുന്നു. അപ്പൊ അത് ഞാൻ 12 എത്തിയിട്ടുണ്ട് ഗൈസ്. മൈലേജ് 12 എത്തിയിട്ടുണ്ട്. കമ്പനി പറയുന്നത് 16 ഞാൻ വിചാരിക്കുന്നത് ഒരു 13-14 കിട്ടിയാൽ സന്തോഷം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. കിട്ടിയാൽ ബാക്കി. ദാറ്റ്സ് ഇറ്റ്. 766 കിലോമീറ്റർ പോകും. NH 766. ഗുണം. ഓക്കെ ലെറ്റ്സ് ഗോ ഗൈസ്. ഞങ്ങൾ തൃശ്ശൂര് ഉള്ളൂ അല്ലേ? ഞങ്ങളിവിടെ ഒരാളെ കാണാൻ വേണ്ടിട്ട്. ശരി. ഭക്ഷണമൊക്കെ കൊടുത്തു കഴിച്ചു? നിങ്ങള് മൂവാറ്റുപുഴന്ന് ഭക്ഷണം കഴിച്ചു അല്ലേ? അപ്പൊ അൽഹംദുലില്ലാ വീട്ടിൽ ചെന്നിട്ട് വോയിസ് വിടണം കേട്ടോ. ഇൻഷാല്ലാ. ഇവിടെ എത്തി. അവിടെ സോ ഗൈസ് വീഡിയോ എടുക്കാൻ നിങ്ങളെ കാര്യം ഞാൻ മറന്നുപോയി എക്സൈറ്റ്മെന്റിൽ. ഇനി 134 കിലോമീറ്റർ ഉണ്ട്. നമ്മളിപ്പം മലപ്പുറം അവിടെ ഇവിടെയാണ് ഉള്ളത്. രാത്രി സമയം എടുക്കും. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്കൊന്ന് തൃശ്ശൂർ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിർത്തി. അതുകൊണ്ടാണ് നേരം വൈകിയത്. സോ അത്ര തന്നെ. സോ ഫാർ സോ ഗുഡ്. എങ്ങനെയുണ്ട്? എനിക്ക് ഇതുവരെ ഒരു ക്ഷീണോ കാര്യങ്ങളൊന്നുമില്ല. എന്താ അതിങ്ങനെ ആക്കിയതാ. പിന്നെ നീ പറയൂ, അച്ചു പറയൂ, സത്യസന്ധമായിട്ട് പറയും. അടിപൊളിയാണ്. ഷിയാബ് എങ്ങനെയുണ്ട്? ഈ ഉറങ്ങി വെറും പുട്ട. എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ റിവ്യൂ ഒക്കെ നമ്മൾ വീട്ടിലെത്തിയിട്ട് പതുക്കെ ഓക്കെ. ഞാൻ മൈലേജ് 12.4 ഉയർത്തിയിട്ടുണ്ട് ഗൈസ്. 80 മേലേക്ക് വണ്ടി ഇതുവരെ കയറ്റിയിട്ടില്ല കേട്ടോ. ബൈ. സോ ഗൈസ് സമയം രാത്രി 12:40. നമ്മൾ നമ്മുടെ സ്വന്തം സ്ഥലമായ വയനാട്ടിലോട്ട് എത്തുകയാണ് കേട്ടോ. ഇടുക്കിയിൽ നിന്ന് നമ്മൾ വയനാട് അടുത്ത ഹിൽ സ്റ്റേഷൻ. ഫ്രണ്ട് ഒന്ന് കാണിച്ചെടുത്തേയും വയനാട് കാണിച്ചെടുത്തേയും നമ്മളേതാ വയനാട്ടിലോട്ട് വണ്ടി കയറുകയാണ്. വയനാട്ടിലോട്ട് കയറിയപ്പോൾ മൈലേജ് കുറഞ്ഞു. ചെറിയ കയറിയപ്പോൾ 12.5 13 ഉണ്ടായിരുന്നു. വെൽക്കം ടു വയനാട് ഗൈസ്. വയനാട് നമ്മളെ സ്വന്തം നാട്ടിലോട്ട് മുത്തുമണിക്ക് സ്വാഗതം. ഇനി മുതൽ എന്റെ നാട് ഇതാണ് കേട്ടോ. ഇടുക്കി തിരുവനന്തപുരം എന്നല്ല, ഈ നാട്ടുകാരനാണ്. ഓക്കെ. ഇനി ശാന്തനായിരിക്കണം. നമ്മളിവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ ജീവിക്കണം. ഓക്കെ. തണുപ്പുള്ള ഏരിയ ആണ്. ജലദോഷം ഞാൻ പിടിക്കാൻ നോക്കുക അല്ലേ? ചായ പിടിക്കണോ? ഉണ്ടല്ലോ. നീ പോവല്ലേ? സോ വെൽക്കം ടു വയനാട്. ബാക്കി വെളിച്ചൊക്കെ വന്നിട്ട് കാണിക്കാം അല്ലേ? അതായിരിക്കില്ലേ ബെറ്റർ? സോ ഗൈസ് രാത്രി 2 മണിയായിട്ട് പുരയിലെത്താൻ ഷിയാബിനെ കൊണ്ടാക്കി തിരിച്ചെത്തി. ഇത് രാവിലെയാണ്. വണ്ടി വിശദമായിട്ടുള്ള ടൂറും കാര്യങ്ങളൊക്കെ എങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യിക്കുകയാണ്. അപ്പോൾ എല്ലാവരോടും സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും നന്ദി പറയാണ്. താങ്ക് യു ഗൈസ്. നിങ്ങൾക്ക് ഒരു കാരണമാണ് ഞാൻ ഇന്ന് വാഹനം എടുത്തത്. കാരണം എൻ്റെ വരുമാനം യൂട്യൂബാണ്. നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ഒക്കെ കാണുന്നതുകൊണ്ടാണ് നമുക്ക് വരുമാനം കിട്ടുന്നത്. സോ നിങ്ങളിതിൻ്റെ ഒരു പാർട്ടാണ്. ഇത് നിങ്ങളെ കൂടി വണ്ടിയാണ് കേട്ടോ. നിങ്ങളെല്ലാവരുടെയും വണ്ടിയാണ്. റോട്ടിൽ നിന്ന് എപ്പോൾ കാണുകയാണെങ്കിലും എന്നെ കയ്യേറ്റാ നിങ്ങൾക്ക് ധൈര്യത്തോടെ ഈ വണ്ടി കയറിയിരിക്കാം. ഇത് നിങ്ങളെ കൂടി വണ്ടിയാണ്. സോ ഗൈസ് ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യിക്കുകയാണ്. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.